മക്കളെ, ഇവിടെ നമുക്ക് ഒരു പോളിനോമിയലും രണ്ട് ഫാക്ടേഴ്സും തന്നിട്ടുണ്ട്. ഈ പോളിനോമിയലിനകത്ത് രണ്ട് അൺനോൺ വേരിയബിൾസ് ഉണ്ട്. നമുക്കവരെ കണ്ടുപിടിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സി, ഇഫ് എക്സ് പ്ലസ് 1 ആൻഡ് എക്സ് മൈനസ് 2 ആർ ദി ഫാക്ടേഴ്സ് ഓഫ്, നമുക്കൊരു പോളിനോമിയൽ തന്നിരിക്കുവാണ്. ദെൻ ഫൈൻഡ് എം ആൻഡ് എൻ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, എക്സ് മൈനസ് 1ഉം എക്സ് പ്ലസ് 2ഉം. നമുക്കറിയാം, എക്സ് പ്ലസ് 1ഉം എക്സ് മൈനസ് 2ഉം. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എക്സ് പ്ലസ് 1ഉം എക്സ് മൈനസ് 2ഉം പി എക്സിൻ്റെ ഫാക്ടേഴ്സാണ്. നമുക്ക് അറിയാം, എക്സ് പ്ലസ് 1 പി എക്സിൻ്റെ ഫാക്ടർ ആണെങ്കിൽ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0, അല്ലെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ ടു -1. ഈ വാല്യൂ പി എക്സിലെ എക്സിനകത്ത് കൊടുത്താൽ പി എക്സ് 0 ആവും. അപ്പം നമുക്ക് പി എക്സ് നോക്കിയേ, എം എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് എൻ. നമ്മൾ അതിനകത്ത് എക്സിന് -1 കൊടുത്തു. -1 കൊടുത്തപ്പോൾ എം ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം -1 സ്ക്വയർ -2 ഇൻറ്റു എക്സ് പ്ലസ് എൻ ഈക്വൽ ടു 0. അപ്പോൾ എക്സിന് -1 കൊടുത്തപ്പം പി എക്സ് 0 ആയിട്ട് മാറി. -1ൻ്റെ ക്യൂബ് എത്രയാ? -1 തന്നെയാണ്. അപ്പം നമുക്ക് ഇത് -m എന്ന് കിട്ടും. -1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. അപ്പം നമുക്ക് +2. ഇവിടെ നമുക്ക് പ്ലസ് എൻ ഈക്വൽ ടു 0. ഇതാ നോക്കിയോ, -m പ്ലസ് n ലെഫ്റ്റ് സൈഡിൽ വരും. 1 + 2 3 വരും. ഇത് റൈറ്റിലേക്ക് പോകുമ്പം -3 വരും. അപ്പം നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. എന്താണ്? -m പ്ലസ് n ഈക്വൽ ടു -3. ഇത് ഒന്നാമത്തെ ഇക്വേഷനാണ്. ഇനി രണ്ടാമത് ഒരു ഇക്വേഷനും കൂടി വേണം. കാരണം ഇവിടെ എമ്മും ഉണ്ട് എന്നും ഉണ്ട്. അപ്പോൾ രണ്ട് അൺനോൺ വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിലേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് മൈനസ് 2 ഒരു ഫാക്ടറാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ സ്റ്റെപ്പിൽ നമുക്ക് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 കൊടുത്താൽ എക്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ഈ വാല്യൂ നമുക്ക് പി എക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ പി എക്സ് വീണ്ടും 0 ആവും. പി എക്സ് എന്ന് പറയുന്നത് നമുക്കിതിനകത്ത് കൊടുക്കാം, എം എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് എൻ. അതിനകത്ത് എക്സ് ഈക്വൽ ടു 2 കൊടുത്താൽ പി എക്സ് 0 ആവും. നമ്മൾ എക്സിന് 2 കൊടുത്തു, എം എക്സ് ക്യൂബ്, അതായത് എം ഇൻറ്റു 2 ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് എൻ. അപ്പോൾ എക്സിന് പകരം അവിടെ 2 കൊടുത്തു. നമ്മൾ ചെയ്യുമ്പം 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 വരും. അപ്പോൾ 8m 2 സ്ക്വയർ 4 വരും, -2 ഇൻറ്റു 2 -4 വരും, പ്ലസ് n. ഇവിടെ നേരിട്ട് 4ഉം -4ഉം കട്ടായി പോയി കഴിഞ്ഞാൽ 8m പ്ലസ് n ഈക്വൽ ടു 0. ഇതിന് നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ 1 എന്തായിരുന്നു? -m പ്ലസ് n ഈക്വൽ ടു -3. നമ്മളിത് ഇങ്ങോട്ട് എടുത്തെഴുതി, -m പ്ലസ് n ഈക്വൽ ടു -3. 2ൽ നിന്ന് 1 കുറച്ചാൽ നമ്മളിവിടെ 2 - 1 എടുത്താൽ 2 - 1 എടുത്ത് നോക്കിയേ, ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 നമ്മൾ മൈനസ് ചെയ്ത്, അപ്പം 8m മൈനസ് എന്ന് വരും. 8mൽ നിന്നും ഇത് മൈനസ് ചെയ്യുവാണ്. 8m മൈനസ് m എന്ന് പറഞ്ഞാൽ 8m പ്ലസ് m ആയിട്ട് മാറും. അപ്പം നമുക്ക് നേനം കിട്ടും. n മൈനസ് n, ഇതിൽ നിന്നും ഈ n കുറച്ചാൽ n കട്ടായിപ്പോയി. അതുപോലെ തന്നെ ഇവിടുന്ന് 0 മൈനസ് -3, 0 മൈനസ് -3 എന്ന് പറയുമ്പം അത് +3 ആയിട്ട് മാറും, 3 വരും. നമുക്ക് നേനം ഈസ് ഈക്വൽ ടു 3, അല്ലെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 1/3. 3/9 എന്ന് പറയുമ്പം 1/3. ഇനി n എങ്ങനെ കിട്ടും? നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷനിൽ എമ്മിൻ്റെ വാല്യൂ കൊടുക്കുക. ഏറ്റവും ചെറിയ ഇക്വേഷൻ ഏതാണ്?
-m + n = -3. അപ്പം എമ്മിന് പകരം 1/3 കൊടുത്താൽ -1/3 + n = -3. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി -1/3 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ -3 + 1/3 എന്ന് കിട്ടും. നമ്മൾ LCM എടുക്കുമ്പം -3 × 3 -9 + 1/3. -9 + 1 എന്ന് പറഞ്ഞാൽ -8. അപ്പോൾ n = -8/3, m = 1/3. നമ്മളോട് എമ്മും എന്നും സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? 2 ഫാക്ടേഴ്സ് ഉണ്ട്. x+1 ഒരു ഫാക്ടറാണ്. അപ്പോൾ x+1 = 0, x = -1. x-2 ഒരു ഫാക്ടറാണ്. അപ്പോൾ x-2 = 0, x = 2. അപ്പോൾ x = -1 px-ൽ കൊടുത്തപ്പോൾ നമുക്ക് px 0 ആയി കിട്ടി. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. x = 2 px-ൽ കൊടുത്തപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇക്വേഷനും കൂടി കിട്ടി, px = 0. ആ 2 ഇക്വേഷനും കൂടി സോൾവ് ചെയ്ത് നമ്മളെ എമ്മിൻ്റെ വാല്യൂ 1/3 എന്നും എന്നിൻ്റെ വാല്യൂ -8/3 എന്നും കാണാൻ സാധിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാർ മക്കൾക്ക് PDF ക്വസ്റ്റ്യൻസ് തരാം. ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് മക്കളെ ഹെൽപ്പ് ചെയ്യാൻ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് ഉണ്ട്. അവർ മക്കളെ 1-to-1 ആയിട്ട് കൂടുതലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തരും. അപ്പോൾ സാറിൻ്റെ വാട്സപ്പിൽ മക്കൾ ഹായ് അയക്കുകയോ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കിട്ടും. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരിലേക്കും സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.